വയനാട് മാനന്തവാടിയിലേക്കാണ്. പടമലയിൽ അജീഷിനെ കാട്ടാന കൊലപ്പെടുത്തിയ ദൃശ്യങ്ങളും വാർത്തയും ഒക്കെ ഇപ്പോഴും പ്രേക്ഷകർക്ക് സുപരിചിതമാണെന്നാണ് വിശ്വസിക്കുന്നത്. ദൃശ്യങ്ങൾ ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് മറക്കാവുന്ന ദൃശ്യങ്ങളല്ല. അപ്പോൾ ആ സംഭവത്തിന് ഇന്നേക്ക് ഒരാണ്ട് തികയുകയാണ്. ബേലൂർ മഗ്ന ഇപ്പോഴും കർണാടകയുടെയും വയനാടിന്റെയും വനമേഖലയിലുണ്ട്. അജീഷിന്റെ മരണശേഷം കുടുംബത്തിന് പ്രഖ്യാപിച്ച സർക്കാർ സഹായങ്ങളിൽ പലതും ഇന്നും കടലാസിൽ തന്നെയാണ്. പടമലയിലെ അജീഷിന്റെ കുടുംബത്തിന് വേദനയുടെ ഒരാണ്ട്. അജീഷിന്റെ മരണത്തിനിപ്പുറം സർക്കാർ പല സഹായവും പ്രഖ്യാപിച്ചിരുന്നു. ഭാര്യ ഷീബയ്ക്ക് ജോലി, മക്കളുടെ വിദ്യാഭ്യാസ ചിലവ് ഏറ്റെടുക്കുന്ന കാര്യം. കുടുംബത്തിന് ധനസഹായമായി 50 ലക്ഷം രൂപ. എന്നാൽ 10 ലക്ഷം രൂപ മാത്രമാണ് കുടുംബത്തിന് സർക്കാർ ധനസഹായം നൽകിയത്. അന്ന് പറഞ്ഞത് ജോലിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, പിള്ളേരുടെ വിദ്യാഭ്യാസക്കാരും പറഞ്ഞിരുന്നു, കടം എഴുതിത്തള്ളെന്ന് പറഞ്ഞിരുന്നു. അല്ല, അവർ അന്ന് തിങ്കളാഴ്ച തന്നെ തരുമെന്ന് പറഞ്ഞാൽ ആ പൈസ കൊണ്ടേ തന്നു. പിന്നെ ഇല്ല 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 നമ്മളെ ഒന്നും അറിയിച്ചിട്ടില്ല. അതൊന്നും അവർ പറഞ്ഞിട്ടൊന്നുമില്ല അന്ന് പറഞ്ഞ പോലെ. അജീഷിന്റെ മരണത്തിനിപ്പുറവും കാട്ടാന ശല്യത്തിന് ഒരു കുറവുമില്ല വയനാട്ടിൽ. അജീഷിനെ കൊലപ്പെടുത്തിയ ബേലൂർ മക്കന വയനാടിൻ്റെയും കർണാടകയുടെയും കാടോരങ്ങളിൽ ഇപ്പോഴുമുണ്ട്. റേഡിയോ കോളർ വിവരങ്ങൾ ലഭിക്കുന്നതിനാൽ വനം വകുപ്പിന് ആനയുടെ സഞ്ചാരപഥം നിരീക്ഷിക്കാൻ കഴിയുമെന്നുള്ളത് മാത്രം ആശ്വാസം. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. എത്ര പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണല്ലേ. ഇന്ന് ഒരാണ്ട് തികഞ്ഞു എന്ന് പറയുമ്പോൾ അതിനുശേഷവും ഒരുപാട് തവണ കാട്ടാന ആക്രമണങ്ങളുണ്ടായി, വന്യജീവി ആക്രമണങ്ങളുണ്ടായി. ഇപ്പോഴും അവർക്ക് പ്രഖ്യാപിച്ച സഹായം ഇപ്പോഴും കൊല്ലപ്പെടുകയും ചെയ്തു. അതെ.